ഹായ് സുഹൃത്തുക്കളെ, റഫീഖ് കണ്ണൂർ വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുടുംബസമേതം പൊള്ളാച്ചിയിലേക്ക് ഒരു യാത്ര പോകുമ്പോൾ അതിമനോഹരമായ പള്ളി കണ്ട്. ഏകദേശം ഒരു 11 മണിയായി കാണും. എല്ലാവർക്കും കുറച്ചു നേരം വണ്ടിയിൽ നിന്നിറങ്ങി ഫ്രഷാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വളരെ ഭംഗിയുള്ള ഈ സ്ഥലം ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ കയറി വണ്ടി പള്ളി കോമ്പൗണ്ടിൽ കയറ്റി നിർത്തി. കുട്ടികളും സ്ത്രീകളും ഒക്കെ വളരെ ആവേശത്തിൽ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വളാഞ്ചേരി ടൗൺ കഴിഞ്ഞ് കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് എന്നാണ് ഈ പള്ളിൻ്റെ പേര്. ഇതിൻ്റെ പള്ളിൻ്റെ പരിസരവും എൻ്റെ പൊന്നോ ഒന്ന് കാണേണ്ടത് തന്നെ. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമാക്കിയിരിക്കാവുന്ന പള്ളിൻ്റെ കോമ്പൗണ്ടൊക്കെ. 100 വർഷം പഴക്കമുള്ള പഴയ പള്ളി പൊളിച്ച് അവിടെ പണിതതാണ് ആധുനിക രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ചേർന്ന ഈ പള്ളി. അപ്പോൾ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 120 വർഷത്തോളം പഴക്കമുള്ള പള്ളി ഉണ്ടായിരുന്നു ഇവിടെ. ഏകദേശം ഇത് 1.5 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് പൊളിച്ച് പുനർനിർമ്മിച്ച പള്ളിയാണിത്. പിന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഖബർസ്ഥാനിയാണ്, അഥവാ മൈതാനിക്കാട് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ സാധാരണ മൈതാനിക്കാട് എന്നാണ് പറയാറ്. പക്ഷേ ഈ സ്ഥലം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മനോഹരമാക്കിയിരിക്കുകയാണ് ജമാഅത്ത് കമ്മിറ്റി. ഇത് തികച്ചും മാതൃക ആക്കാവുന്ന മറ്റു മഹല്ലുകാർക്കും. അത്രയ്ക്കും ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നാം മെയിൻ റോഡിൽ നിന്ന് പള്ളിയിലേക്ക് കയറി പോകുന്നതിൻ്റെ 2 വശവും ആ നടപ്പാതയുടെ ഇരുവശവും ഇതുപോലെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കബറിടം ഇത്ര കണ്ട് മനോഹരമായി കാണാൻ കൊതിക്കാത്തവർ ആരും ഉണ്ടാവില്ല. എന്തെല്ലാം കാണേണ്ട പേൾ ഗ്രാസ്, പിന്നെ പൂക്കളും ചെടികളും കൊണ്ട് ഒരു പൂന്തോപ്പ് പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് മൈതാനി. സാധാരണ ഖബർസ്ഥാൻ മൈതാനിക്കാട് എന്ന് പറയും. പക്ഷെ ഇവിടെ ഒരു ഗാർഡനിൽ അന്തി ഉറങ്ങുകയാണ് പൂർവികൻ എന്ന ഫീലിംഗ് ആണ് നമുക്ക് നൽകുന്ന ആ കാഴ്ചകൾ. മെയിൻ റോഡിൽ നിന്നും പള്ളിയിലേക്ക് കയറി വരുമ്പോൾ പാതയുടെ ഇരുവശവും കാണുന്ന പൂക്കളാൽ അലങ്കൃതമായ മീസാൻ കല്ലുകളും കട്ടിംഗ് ട്രീസുമാണ്. മരിച്ചു കഴിഞ്ഞ് സ്വർഗത്ത് പൂന്തോപ്പിൽ കിടക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ഇവിടുത്തെ ഖബർസ്ഥാൻ തന്നെ ഒരു പൂന്തോട്ടമാണ്. പ്രവാസികൾ വല്ലപ്പോഴും ലീവിന് വന്നാൽ പ്രിയപ്പെട്ടവരുടെ കബറിടം സന്ദർശിക്കാൻ വരുമ്പോൾ പല മൈതാനികളും കാടുപിടിച്ച് വികൃതമായ രീതിയിലാണ് കണ്ടുവരാറുള്ളത്. തികച്ചും വ്യത്യസ്തമായ ഈ കബറിടം പരിസരവും ഏവർക്കും മനം കുളിരുന്ന ഒരു അനുഭവം കൂടി തന്നെയാണ്. കോട്ടപ്പുറം വളാഞ്ചേരി വഴി കടന്നു പോകുന്ന 1-2 പേരെ ഞങ്ങൾ കണ്ടു. അവരും അവിടെ കയറി അല്പം വിശ്രമിച്ച് പള്ളിയുടെ മുൻവശത്തെ റോഡ് ചേർന്ന ഭാഗത്ത് ഇരിപ്പിടത്തിലിരുന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും കണ്ടു. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരിക്കാനും മനോഹരമായ ഇരിപ്പിടം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പ്ലാവും മാവും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്.